അമ്മേ എന്താ അമ്മേ കുത്തുന്നത്? അവിടെ എന്താ അമ്മ എടുക്കാൻ പോന്നേ? ഞാനേ ഇവിടെ ഒരു ചേമ്പുണ്ട്, അത് പറിക്കാനാ. ഇത് ഞാൻ നട്ടതാ. ഇത് എന്ത് ചേമ്പതിന്? ഇത് കരിഞ്ചേമ്പെന്ന് പറയും. ഇത് ഇങ്ങനെ പണ്ട് കാലത്ത് ഞങ്ങള് തന്നിട്ടുള്ള എന്റെ ചാച്ചനും അമ്മയൊക്കെ ഞാൻ ചെറുതായിരുന്നപ്പം ഇങ്ങനെ നട്ട് പറിച്ച് വേവിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് കഴിക്കാറില്ല. അപ്പൊ ഇതൊന്ന് നോക്കാനാ, നട്ട് നോക്കിയപ്പോ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വേവിച്ച് നോക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇത് പറിച്ചു നോക്കട്ടെ. ഇലയും തണ്ടും എല്ലാം. അപ്പൊ ഇതിന്റെ ഈ തണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ മൂക്കാത്ത കൂമ്പ് കയറി വരുമ്പോ അതിന്റെ ഇല പറിച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഈ തണ്ടും എടുക്കും, ഈ ഇല എടുക്കും. എന്നിട്ട് ഇച്ചിരി കൊടമ്പുളി ഇട്ട് അടുപ്പത്ത് വെക്കണം. പിന്നെ നമുക്ക് കാണിക്കാമല്ലോ. കൊടമ്പുളി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ബാക്കി തേങ്ങ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് കിഴങ്ങ് പറിക്കാം. അപ്പൊ കിഴങ്ങ് പറിക്കും. ഞാനിത് പറിച്ചോട്ടെ? വീഴാനായി. ഓ, നല്ല കുത്തുകുത്തണം. അങ്ങനെ പറിച്ചെടുത്തു. ഇനി നമുക്കിത് മുറിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടോ? ഇതിന് കണക്കുണ്ട്. ഉണ്ടോ? ചെറിയ ചെറിയ കണക്കുകളുണ്ട്. ഇത് നല്ല സൂപ്പർ സാധന. ഇതിന് ചൊറിച്ചിലൊന്നുമില്ല. ഇത് ഇങ്ങനെ ചെരണ്ടി തൊലി കളഞ്ഞിട്ട് അത് നന്നായിട്ട് വേവിച്ച് തിന്നാൻ നല്ലതാ. പിന്നെ ഇതിങ്ങനെ മുറിച്ചിട്ട് ഈ ഭാഗം നമുക്ക് നടണം. ഈ ഭാഗം നടന്ന് കാണിച്ചു തരാം. ഈ ഭാഗം നടണം, ഈ ഭാഗം കുറച്ച് ഇത് കളയണം. ഇത് കഴിഞ്ഞെല്ലാം നട്ടതാണ്. എന്നിട്ട് ബാക്കി ഇവിടെ കളഞ്ഞിട്ട് ഇവിടെ നട്ടിട്ട് ഈ ഭാഗം എടുക്കാം. ആ ഭാഗം എടുത്തിട്ട് നമുക്കത് ചെത്തി അടുപ്പത്ത് വെച്ച് വേവിച്ച് നമുക്ക് കണക്കെല്ലാം ഉണ്ട് ഇതിന്റെ നോക്കാം. നമ്മളിന്ന് പറിച്ച ചേമ്പ് നമുക്ക് അത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് മുറിക്കട്ടെ. ഈ ഭാഗം നടാൻ മുറിച്ച് വയ്ക്കണം. ഞാൻ മുറിക്കാൻ പോകുന്നു. മുറിച്ച് ഇത് മുറിച്ച് മാറ്റി വെച്ചു. ഇത് നടാനുള്ളതാണ്. ഇത് നമുക്ക് ചെത്തിയിട്ട് തൊലി ചെത്തി കളഞ്ഞിട്ട് അപ്പം നമ്മുടെ ചേമ്പ് ചെത്തിക്കഴിഞ്ഞു. ഇനി ചെറിയ കഷ്ണമായിട്ട് മുറിക്കാൻ പോവാണ്. ഇങ്ങനെ മുറിച്ചെടുക്കണം. ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് അങ്ങനെ മുറിക്കണം. മുറിച്ച് കഴിഞ്ഞു. ഇനി പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പം നമ്മുടെ കരിഞ്ചേമ്പ് കഴുകി കഷ്ണങ്ങളാക്കി പാത്രത്തിൽ അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഇതിലൊരു ചെറിയ കുടമ്പുളി കഷ്ണം ഇടണം. ചെറിയ ചൊറിച്ചിലുണ്ടോയെന്ന് അറിയില്ലാത്തത് കൊണ്ട് അതിട്ട് അതിന് പാകത്തിന് വേണ്ട ഉപ്പ് ഇട്ട് ഞാൻ അടുപ്പത്ത് വയ്ക്കട്ടെ. അടുപ്പത്ത് വെച്ച് ഇനി അത് വേകട്ടെ. അപ്പം നമ്മുടെ ചേമ്പ് പുഴുക്ക് വെന്തിട്ടുണ്ട്. ഇത് എടുത്ത് നോക്കട്ടെ. ഇത് പാത്രത്തിലെടുത്ത് എല്ലാവർക്കും കഴിക്കാം. നല്ല ചൂടാ കഴിച്ചു നോക്കട്ടെ. ഇത് സൂപ്പർ സാധനമാണ്. നല്ല ചേമ്പ് പുഴുക്ക് കുറേ കാലം മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പം നല്ല രസമുണ്ട് കഴിക്കാൻ. ചേമ്പ് പുഴുങ്ങി വാങ്ങി വെച്ചിട്ടുണ്ട്. വെച്ചൊന്ന് കഴിച്ച് നോക്ക്. നല്ലതാണെന്ന് വെച്ചിട്ട് പറയാം. ഇത് ചൊറിച്ചിലുണ്ടോ? നീ ചൊറിച്ചിലൊന്നുമില്ല. അതിനാണ് ഞാൻ കുടമ്പുളി ഇട്ട് വേവിച്ചത്. ചൊറിയില്ല. കഴിച്ചു ഉറപ്പാണ്. ഇതിനാ ഞാൻ കാന്താരിമുളക് കഴിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. നല്ല ചമ്മന്തി, നല്ല മുളക് ചമ്മന്തി ഉണ്ടല്ലോ. മുളക് ചമ്മന്തി കൂട്ടി നന്നായിട്ട് കഴിച്ചു നോക്ക്. എന്നിട്ട് അഭിപ്രായം പറയണം. നല്ല ഉഗ്രനായിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ എനിക്കിത് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇഷ്ടം മുളകിൻ്റെ കൂടെ കഴിക്കണം. നല്ലൊരു എരിവ് കിട്ടുന്നുണ്ട്. മുളക് കൂട്ടണം. കുറച്ച് മുളക് കൂട്ടി കഴിച്ചാലാണ് മുളക് കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്, രുചി കിട്ടുള്ളൂ. മുളക് കൂട്ടി ഒരു നിറച്ച് കഴിച്ചോ, ഒരു കുഴപ്പമില്ല. കത്തിലുണ്ട്. പേടിക്കണ്ട. ഇല്ലാന്ന് ഓർത്ത് പേടിക്കണ്ട.